ആപത്ത് കാലത്ത് കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്തെന്ന് പറയാറുണ്ട്. വാക്കുകൊണ്ട് മാത്രമല്ല, പ്രവൃത്തി കൊണ്ടും കൂടി കൂടെ ഉള്ളവനായിരിക്കണം സുഹൃത്തുക്കൾ. അങ്ങനെ നോക്കുമ്പോൾ റഷ്യയെ മറ്റു രാജ്യങ്ങൾ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോഴും ഉപരോധം പ്രഖ്യാപിച്ചപ്പോഴും സാമ്പത്തിക നില തകർന്നടിഞ്ഞ് റഷ്യയ്ക്ക് താങ്ങായി നിന്നത് ഇന്ത്യയാണ്. ആയുധങ്ങൾ വാങ്ങിയും എണ്ണ വാങ്ങിയും നാം അവരെ താങ്ങി നിർത്തി. ആയുധങ്ങൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യങ്ങളിൽ ഒന്ന് റഷ്യയുമാണ്. ഇതേ സാഹചര്യത്തിലൂടെയാണ് ഇസ്രയേലും കടന്നുപോയത്. 2023-24 കാലഘട്ടത്തിൽ റഷ്യയുടെ അത്രയും ഉപരോധ ഭീഷണിയൊന്നും ഇസ്രയേലിന് ഇല്ല എങ്കിൽ പോലും ലോക രാജ്യങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രാജ്യം, ആ രാജ്യത്തിനും സാമ്പത്തിക ക്രൈസിസിലേക്ക് നീങ്ങുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇസ്രയേലിൻ്റെ പക്കൽ നിന്നും ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങിയ ഏഷ്യയിലെ രാജ്യം ഇന്ത്യയായി മാറുന്നു. യുറേഷ്യ ടൈംസ് റിപ്പോർട്ട് പ്രകാരം 2023-24 കാലയളവിൽ ഇസ്രയേലിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്ത ഏഷ്യയിലെ രാജ്യം ഇന്ത്യയാണ്. റഷ്യയ്ക്കും ഫ്രാൻസിനും ശേഷം ഇന്ത്യ ആയുധം ഇറക്കുമതി ചെയ്യുന്ന മൂന്നാമത്തെ വലിയ രാജ്യമാണ്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. അമേരിക്കയല്ല ആദ്യത്തെ 3 രാജ്യങ്ങൾ. ഇന്ത്യ ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങുന്ന റഷ്യ, പിന്നീട് ഫ്രാൻസ്, മൂന്നാമത്തെ രാജ്യം ഇസ്രായേലായി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് തന്നെ ആകെ ഒരുപക്ഷെ ട്രംപിൻ്റെ കലിപ്പിന് കാരണവും. 2023-24 ഇസ്രായേൽ അവരുടെ എല്ലാ ആയുധങ്ങളുടെയും 13% ഇന്ത്യയിലേക്കാണ് കയറ്റുമതി ചെയ്തിരിക്കുന്നത്. ഏതായാലും സുഡിയോ പൂട്ടാൻ നടക്കുന്ന സുടുക്കൾക്ക് കുരുപൊട്ടാൻ മറ്റൊരു വാർത്ത കൂടിയായി. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.